ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ചെറിയ ഫോൺ അതെങ്ങനെയാണ് നിങ്ങളെ ഈ ലോകവുമായി ഇത്രയധികം ബന്ധിപ്പിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു അത്ഭുതകരമായ ടെക്നോളജിയുടെ കഥയാണ് നമ്മളിന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഫോൺ എങ്ങനെയാണ് ഇതിന് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ രഹസ്യം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് മൊബൈൽ നെറ്റ്വർക്കുകളുടെ പരിണാമം. വെറും ഫോൺ വിളികളിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഈ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ടൈം ലൈൻ ഇത് വെറുമൊരു ടെക്നോളജിയുടെ വളർച്ചയല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതി തന്നെ മാറിയതിൻ്റെ കഥയാണ്. 1G വന്നപ്പോൾ നമ്മൾ സംസാരിക്കാൻ പഠിച്ചു. പിന്നെ 2G വന്നു, അപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയത്. 3G വന്നതോടെ ഇന്റർനെറ്റ് നമ്മുടെ പോക്കറ്റിലെത്തി. 4G നമുക്ക് എവിടെയിരുന്നും വീഡിയോ കാണാനുള്ള സൗകര്യം തന്നു. ഇന്നത്തെ 5Gയോ അത് സ്മാർട്ട് കാറുകളും സ്മാർട്ട് സിറ്റികളുമൊക്കെയുള്ള ഒരു പുതിയ ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നെറ്റ്വർക്കുകൾ ഒരു ഭാഗത്ത്, എന്നാൽ മറുവശത്തോ അവിടെയാണ് നമ്മുടെ ഫോണിന്റെ യഥാർത്ഥ ശക്തി. അതായത് അതിന്റെ തലച്ചോറായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ്, iOS ഒക്കെ പോലെ. പിന്നെ അതിന്റെ ഐഡന്റിറ്റി കാർഡ്, അതായത് സിം കാർഡ്. ഇവയെല്ലാം ചേരുമ്പോഴാണ് ഈ മാജിക് ഒക്കെ നടക്കുന്നത്. എല്ലാത്തിൻ്റെയും തുടക്കം ഈ കുഞ്ഞൻ മെസ്സേജിൽ നിന്നായിരുന്നു. വെറും 160 അക്ഷരങ്ങൾ. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാമല്ലേ? പക്ഷേ ഇന്റർനെറ്റ് പോലും ഇല്ലാതെ കോടിക്കണക്കിന് ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു വിപ്ലവം തന്നെയായിരുന്നു SMS. അപ്പോൾ അക്ഷരങ്ങളിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? തീർച്ചയായും ചിത്രങ്ങളും വീഡിയോകളും. അതാണ് MMS. അതോടുകൂടി നമ്മുടെ സംഭാഷണങ്ങൾ കൂടുതൽ കളർഫുള്ളായി, കൂടുതൽ ജീവനുള്ളതായി മാറി. ഇനി നമ്മൾ വഴിതെറ്റുമ്പോഴൊക്കെ രക്ഷിക്കുന്ന ഒരാളുണ്ടല്ലോ, GPS. ലോകത്തിന്റെ ഒരു മാപ്പ് തന്നെ നമ്മുടെ കയ്യിൽ തന്ന ഈ ടെക്നോളജി ശരിക്കും ഒരു സൈനിക ആവശ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് എത്ര പേർക്കറിയാം? അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നറിയോ? സിമ്പിളാണ്. ബഹിരാകാശത്ത് നിന്ന് ഒരു 3 സാറ്റലൈറ്റുകൾ ഒരേ സമയം നിങ്ങളുടെ ഫോണിലേക്ക് സിഗ്നൽ അയക്കുന്നുവെന്ന് വിചാരിക്കുക. ആ 3 സിഗ്നലുകളും കൂടിച്ചേരുന്ന ആ ഒരു പോയിന്റ്, അതാണ് മാപ്പിൽ നിങ്ങളുടെ ലൊക്കേഷൻ. ഇനി ആ 3 എണ്ണത്തിന്റെ കൂടെ 4മതൊരു സാറ്റലൈറ്റ് കൂടി വന്നാലോ? അപ്പോൾ ലൊക്കേഷൻ മാത്രമല്ല, നിങ്ങളൊരു മലയുടെ മുകളിലാണോ അതോ താഴെയാണോ നിൽക്കുന്നത്, അതായത് നിങ്ങളുടെ ഉയരം പോലും GPS-ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് 3D പൊസിഷനിങ്. നമ്മളെ ഇത്രയധികം സഹായിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തിന് ഒരു ഇരുണ്ട വശം കൂടിയുണ്ട്, അല്ലേ? അവസരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും ഇവിടെയുണ്ട്. അതാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ ലോകം. എന്താണ് ഈ സൈബർ ക്രൈം? വളരെ ലളിതമാണ്. ഒരു കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ ഉപയോഗിച്ച് ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് സൈബർ ക്രൈം എന്ന് പറയാം. അത്രയുള്ളൂ. സൈബർ ക്രൈം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ചെറിയ ഓൺലൈൻ തട്ടിപ്പാണെന്ന്. പക്ഷേ ഈ ടേബിളൊന്ന് നോക്കിക്കേ. ഒരാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നത് മുതൽ ഒരു രാജ്യത്തിന്റെ വെബ്സൈറ്റ് തകർക്കുന്നതുവരെ ഇതിന്റെ പരിധിയിൽ വരും. അതായത് വ്യക്തികൾ, സ്വത്ത്, ഗവൺമെന്റ്, ആരും ഇതിന് പുറത്തല്ല. നിങ്ങളെടുക്കുന്ന ഓരോ ഫോട്ടോയും നിങ്ങളെഴുതുന്ന ഓരോ വാക്കും ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടേതായൊരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനാരാണ്? അവിടെയാണ് ബൗദ്ധിക സ്വത്തവകാശം അഥവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന ആശയം വരുന്നത്. നമ്മുടെ തലച്ചോർ ഉപയോഗിച്ച്, നമ്മുടെ കഴിവ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന എന്തിനേയും ബൗദ്ധിക സ്വത്ത് എന്നു പറയാം. ഒരു പാട്ടാവാം, ഒരു ഡിസൈനാവാം, എന്തു ആവാം. അപ്പോൾ അതിന്റെ ഗുണം അതുണ്ടാക്കിയ ആൾക്ക് തന്നെ കിട്ടാൻ വേണ്ടി നിയമം അതിനൊരു സംരക്ഷണം കൊടുക്കുന്നു. ഈ ടേബിള് നോക്കിയാൽ സംഭവം ക്ലിയറാവും. ഒരു പുതിയ കണ്ടുപിടുത്തമാണെങ്കിൽ അതിന് പേറ്റന്റ് എടുക്കും. ഒരു കമ്പനിയുടെ പേര്, ലോഗോ, അതിനാണ് ട്രേഡ് മാർക്ക്. ഇനി നിങ്ങളൊരു കഥ എഴുതുകയോ പാട്ട് കമ്പോസ് ചെയ്യുകയോ ചെയ്താൽ അതിന് കിട്ടുന്നതാണ് കോപ്പിറൈറ്റ്. ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി കിട്ടും. അതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളുടെ അനുവാദമില്ലാതെ ആരെങ്കിലും നിങ്ങളുടെ ഒരു ഫോട്ടോയോ പാട്ടോ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? അതിനെയാണ് നിയമലംഘനം അഥവാ ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും നിയമപരമായി ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. ശരി, അപ്പോൾ ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും അതുപോലെ ബൗദ്ധിക സ്വത്തുമോഷണത്തിൽ നിന്നുമൊക്കെ നമ്മൾ എങ്ങനെ സ്വയം രക്ഷിക്കും? അതിനായി നമുക്ക് നിയമങ്ങളുണ്ട്, പിന്നെ നമ്മൾ പാലിക്കേണ്ട ചില നല്ല ശീലങ്ങളുമുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ നമ്മൾ സൈബർ എത്തിക്സ് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഓൺലൈൻ ലോകത്ത് പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങൾ പോലെയാണ്.
നമ്മളെയും മറ്റുള്ളവരെയും സേഫാക്കി വെക്കാനുള്ള കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ. നല്ല പാസ്വേഡ് വയ്ക്കുക, അറിയാത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെ. നല്ല ശീലങ്ങൾ മാത്രം പോരല്ലോ, നിയമങ്ങളും വേണ്ടേ? അവിടെയാണ് ഇന്ത്യയുടെ IT ആക്ട് 2000 പോലുള്ള സൈബർ നിയമങ്ങൾ വരുന്നത്. ഇത് നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരം തരുന്നു, ഒപ്പം സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എങ്ങനെ തെളിയിക്കും? അവിടെയാണ് സൈബർ ഫോറൻസിക്സ് വരുന്നത്. ഇത് ശരിക്കൊരു ഡിജിറ്റൽ ഡിറ്റക്റ്റീവ് പണിയാണ്. കമ്പ്യൂട്ടറുകളിൽ നിന്നും നെറ്റ്വർക്കുകളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ച് നിയമത്തിനു മുന്നിൽ ഹാജരാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണിത്. എപ്പോഴും ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ നോക്കുക. നിങ്ങൾക്ക് ഈ ശീലമുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. വിവരങ്ങളോടുള്ള ഈ അടങ്ങാത്ത ഒരാഗ്രഹത്തിന് ഒരു പേരുണ്ട്: ഇൻഫോമാനിയ. യഥാർത്ഥ ജീവിതത്തിലെ പല നല്ല നിമിഷങ്ങളും ഇത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോ നമ്മൾ ഫോണിന്റെ ഉള്ളറകളിൽ നിന്ന് തുടങ്ങി സൈബർ ലോകത്തിന്റെ നിയമങ്ങൾ വരെ എത്തി. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.